ചോദ്യപേപ്പർ ചോർച്ചയിൽ കണ്ണൂർ സർവകലാശാലയിലേക്ക് KSU മാർച്ച് നടത്തുകയാണ്. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, എങ്ങനെയാണ് മാർച്ച് പുരോഗമിക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, അല്പസമയം മുമ്പ് MSFന്റെ മാർച്ച് ഉണ്ടായിരുന്നു. MSF പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കി. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത്. ഇപ്പോൾ മാർച്ച് ഈ ആസ്ഥാന കവാടത്തിൽ വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകർ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, കുത്തിയിരുന്ന് ഈ കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ 6ാം സെമസ്റ്റർ BCA പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് പാലക്കുന്ന് ഗ്രീൻവുഡ് കോളേജിൽ നിന്നും ചോർന്നത്. അതുമായി ബന്ധപ്പെട്ട് സർവകലാശാല തന്നെയാണ് അത്തരത്തിലൊരു കണ്ടെത്തൽ, ആ കാര്യം കണ്ടെത്തുകയും പിന്നീട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. അപ്പോൾ സർവകലാശാലയുടെ അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതായത് സർവകലാശാലയിൽ നിന്ന് അയച്ചു നൽകിയിട്ടുള്ള ചോദ്യപേപ്പർ, പരീക്ഷയുടെ 2 മണിക്കൂർ മുമ്പ് അയച്ചു നൽകിയിട്ടുള്ള ചോദ്യപേപ്പർ അവിടെ നിന്നും വാട്സാപ്പിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകി എന്നതായിരുന്നു സർവകലാശാലയുടെ കണ്ടെത്തൽ. ഇതിൽ വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നത് ഇത്തരം പരീക്ഷാ ചോദ്യപേപ്പർ ചോരുന്നത് നിലവിൽ ഈ ഓൺലൈൻ സംവിധാനം, അതായത് നിലവിൽ ഈ ചോദ്യപേപ്പർ കോളേജിലേക്ക് അയച്ചു നൽകുന്നത് 2 മണിക്കൂർ മുമ്പ്, അതായത് ഏത് കോളേജിലെ പ്രിൻസിപ്പളുടെ പ്രത്യേകമായിട്ടുള്ള ഇമെയിൽ ഐഡിയിലേക്കാണ്. ആ ഇമെയിൽ ഐഡിയിലേക്ക് ഈ ചോദ്യപേപ്പർ നൽകുന്ന സംവിധാനത്തിൽ വലിയ ക്രമക്കേട്, പ്രത്യേകിച്ച് അൺഎയ്ഡഡ് കോളേജിൽ ഉൾപ്പെടെ വലിയ ക്രമക്കേട് നടക്കുന്നുണ്ട്. സർവകലാശാല ഇതിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആരംഭിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം തുടരുന്നത്. കണ്ണൂർ സർവകലാശാലയിലേക്ക് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം നടത്തുകയാണ്. ഇപ്പോൾ KSUവിന്റെ പ്രതിഷേധം, നേരത്തെ MSF പ്രതിഷേധിച്ചിരുന്നു. അവരുടെ പ്രതിഷേധം അവിടെ തുടരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.